HMPV വൈറസ് ഔട്ട്ബ്രേക്ക് കേസ് ഇന്ത്യയിലും റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ ഇന്ത്യൻ മാർക്കറ്റ് 1.62% ഇടിഞ്ഞ് 23,616 ക്ലോസിംഗ് നൽകി. 24,000 എന്ന ലെവലിൽ നിന്നും ഏകദേശം 380 പോയിന്റിൻ്റെ ഇടിവാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിൽ സംഭവിച്ചത്. നിഫ്റ്റി മിഡ് ക്യാപ്പ് ഇൻഡെക്സും സ്മാൾ ക്യാപ്പ് ഇൻഡെക്സിലും സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. സ്മാൾ ക്യാപ്പ് ഇൻഡെക്സ് 3.2% ഇടിഞ്ഞപ്പോൾ മിഡ് ക്യാപ്പ് ഇൻഡെക്സ് 2.7% ഇടിഞ്ഞു. PSU ബാങ്ക്, മെറ്റൽ, എനർജി, റിയാലിറ്റി, മീഡിയ തുടങ്ങിയ സെക്ടറുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. ഈ സെക്ടറുകളൊക്കെ 2.5 മുതൽ 4% ഇടിഞ്ഞു. നിഫ്റ്റി 50-ലെ 50 സ്റ്റോക്കുകളിൽ 46 സ്റ്റോക്കുകളിലും സെല്ലിംഗ് പ്രഷർ അല്ലെങ്കിൽ വീക്ക്നെസ് പ്രകടമായിരുന്നു. ഇന്ന് 4 സ്റ്റോക്കുകൾ മാത്രമാണ് പോസിറ്റീവ് ടെറിട്ടറിയിൽ ക്ലോസിംഗ് നൽകിയത്. ITC 8.1% ഇടിഞ്ഞപ്പോൾ ടാറ്റ ഗ്രൂപ്പിലെ ടാറ്റ സ്റ്റീൽ, ട്രെൻഡ് തുടങ്ങിയ സ്റ്റോക്കുകൾ 4% ഇടിഞ്ഞു. BPCL, കോൾ ഇന്ത്യ, NTPC, അദാനി എൻ്റർപ്രൈസസ്, ഭാരത് ഇലക്ട്രോണിക്സ്, കോട്ടക് മഹീന്ദ്ര ബാങ്ക്, പവർ ഗ്രിഡ് കോർപ്പറേഷൻ, അദാനി പോർട്ട്, ഏഷ്യൻ പെയിൻറ്റ് തുടങ്ങിയ സ്റ്റോക്കുകൾ 3 മുതൽ 4% ഇടിഞ്ഞു. ഡൊണാൾഡ് ട്രംപ് അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനമേറ്റതോടുകൂടി ചൈനയിൽ നിന്നുള്ള ഇമ്പോർട്ടിന് മുകളിൽ സ്പെഷ്യൽ താരിഫ് ഉയർത്തിയേക്കുമെന്നുള്ള ആശങ്ക നിലനിൽക്കുന്നതുകൊണ്ട് ഇന്ന് ഏഷ്യൻ മാർക്കറ്റും അണ്ടർ പെർഫോം ചെയ്തു. ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് ഇടിഞ്ഞതിന് പിന്നിലെ ഒരു പ്രധാന കാരണം റെസ്പിറേറ്ററി ഇൽനെസ്സിന് കാരണമാകുന്ന HMPV വൈറസിൻ്റെ കേസുകൾ ഇന്ത്യയിൽ സ്ഥിരീകരിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ്. കർണാടകയിലും ഗുജറാത്തിലും ചെന്നൈയിലുമാണ് HMPV വൈറസിൻ്റെ സാന്നിധ്യം സ്ഥിരീകരിച്ചത്. ഇത് ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് പ്രഷറിന് പിന്നിലെ പ്രധാന കാരണമായി മാറി. ഹെവി വെയ്റ്റ് സ്റ്റോക്കുകളായ ടാറ്റ സ്റ്റീൽ, റിലയൻസ് ഇൻഡസ്ട്രീസ്, HDFC ബാങ്ക്, ITC, ടാറ്റ മോട്ടോഴ്സ്, മഹീന്ദ്ര തുടങ്ങിയ സ്റ്റോക്കുകളിലൊക്കെ സെല്ലിംഗ് പ്രഷർ പ്രകടമായിരുന്നു. കൂടാതെ US ഡോളർ ഇൻഡെക്സ് 108.74 എന്ന ലെവലിലേക്ക് ഉയർന്നതും രൂപയും US ഡോളറും തമ്മിലുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം ഇടിയുന്നതും മാർക്കറ്റിനെ സംബന്ധിക്കുന്ന പ്രധാന ആശങ്കകളായി മാറിയിട്ടുണ്ട്. ഇന്നത്തെ ട്രേഡിംഗ് സെഷനിൽ മാർക്കറ്റ് 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് റേഞ്ചിന് താഴെ 23,600 ക്ലോസിംഗ് നൽകിയത്. വരും സമയങ്ങളിൽ ഇൻഡെക്സിനെ സംബന്ധിച്ചിടത്തോളം 24,000, 24,321 തുടങ്ങിയ ലെവലുകളായിരിക്കും പ്രധാന റെസിസ്റ്റൻസായി പ്രവർത്തിക്കുക. ഇന്ന് വീക്ക് മാർക്കറ്റിലും ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ച 2 സ്റ്റോക്കുകളെ കൂടി പരിചയപ്പെടാം. ഒന്നാമത്തേത് അപ്പോളോ ഹോസ്പിറ്റൽ. HMPV വൈറസിൻ്റെ സാന്നിധ്യം ഇന്ത്യയിൽ സ്ഥിരീകരിക്കപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിൽ ലാബ് സെക്ടറിലെയും ഹോസ്പിറ്റൽ സെക്ടറിലെയും സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് ചെയ്തു തുടങ്ങിയിട്ടുണ്ട്. അപ്പോളോ ഹോസ്പിറ്റൽ 1.9% ഉയർന്ന് 7,440 ക്ലോസിംഗ് നൽകുകയും ചെയ്തു. 52 വീക്ക് ഹൈക്ക് അടുത്തായിട്ടാണ് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത്. സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂവും ഫോക്കസ് ചെയ്യാവുന്നതാണ്. ഇന്ത്യയിൽ HMPV വൈറസിൻ്റെ 3 കൺഫേംഡ് കേസ് റിപ്പോർട്ട് ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ ഹോസ്പിറ്റൽ സെക്ടറിലെയും ലാബ് സെക്ടറിലെയും സ്റ്റോക്കുകൾ പെർഫോം ചെയ്തു തുടങ്ങി. റെയിൻബോ ചിൽഡ്രൻ, മെഡിക്കെയർ, നാരായണ ഹൃദയാലയ പോലുള്ള ഹോസ്പിറ്റൽ സെക്ടറിലെ മറ്റ് സ്റ്റോക്കുകളിലും ഇന്ന് ബൈയിങ് മൊമെൻറ്റം വന്നിട്ടുണ്ട്. സ്റ്റോക്കിനെ ബ്രേക്കൗട്ട് ട്രേഡിംഗ് പോയിന്റ് ഓഫ് വ്യൂ ഫോക്കസ് ചെയ്യാവുന്നതാണ്. 7,500 പ്രധാന റെസിസ്റ്റൻസ്. 7,500 നിന്നും ബ്രേക്കൗട്ട് വരികയാണെങ്കിൽ സ്റ്റോക്ക് 8,000, 8,250 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചതും ഡിസ്കൗണ്ട് ലഭിക്കുന്നതുമായ മറ്റൊരു സ്റ്റോക്കാണ് ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡ്. ടാറ്റ കൺസ്യൂമർ ഇന്ന് 1.12% ഉയർന്ന് 950 ക്ലോസിംഗ് നൽകി. 93,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 79.75, ഡിവിഡൻഡ് ഈൽഡ് 0.81%. 52 വീക്കിലോ 882, 52 വീക്ക് ഹൈ 1,253. FMCG സെക്ടറിലെ സ്റ്റോക്കായ ടാറ്റ കൺസ്യൂമർ പ്രൊഡക്റ്റ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാന അപ്ഡേറ്റ്, കമ്പനി അതിൻ്റെ ബിവറേജ് വെൻഡിംഗ് മെഷീനുകളുടെ എണ്ണം 2,000 നിന്നും 4,000 ഉയർത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവിടെ എക്സ്പാൻഷൻ പോയിന്റ് ഓഫ് വ്യൂ ആണ് സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നത്. മെട്രോസിൽ ബിവറേജ് വെൻഡിംഗ് മെഷീനുകളുടെ എണ്ണം ഉയർത്താനാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത്. ഈ ന്യൂസിൻ്റെ പശ്ചാത്തലത്തിൽ സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നു. കൂടാതെ ടെക്നിക്കലി സ്റ്റോക്ക് അതിൻ്റെ സ്ട്രോങ് സപ്പോർട്ട് റീജിയനടുത്ത്, അതായത് 900, 850 തുടങ്ങിയ സ്ട്രോങ് സപ്പോർട്ട് സോണിൽ നിന്നും ഹയർ സൈഡിലേക്ക് നീങ്ങി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ നിന്നും 1000 ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസായി പ്രവർത്തിക്കും. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്